ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ആസിഫ് അലി, അപർണ ബാലമുരളി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളിലായി ജിത്തു ജോസഫും ശ്രീനിവാസ് അബ്രോളും കൂടെ സ്ക്രീൻ പ്ലേയും കൂടെ ചെയ്ത സിനിമയാണ് ഒരു മിസ്റ്ററി ത്രില്ലർ മിറാഷിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് പഴയ ജിത്തു ജോസഫ് സിനിമകളെ കുറിച്ച് നോക്കുമ്പോൾ ഇതൊന്നും ആയില്ല. മിറാഷ് ഒരു നിരാശ സിനിമ തന്നെയാണ്. സിനിമയിൽ ഞാൻ പറഞ്ഞുതരാം. ആസിഫ് അലിയുടെ ക്യാരക്ടർ എന്ന് പറയും, ആസിഫ് അലി അധികം സീൻസ് ഒന്നും ഇല്ല. ആസിഫ് അലി ഞാൻ മുമ്പ് മിറാഷിന്റെ ട്രെയിലർ റിയാക്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു വീഡിയോയിലുണ്ട്. ആസിഫ് അലി ഒരു സൈഡ് റോൾ പോലെയാണ്. അഭിരാമിയായിട്ട് അപർണ ബാലമുരളിയാണ് ഇതിലെ മെയിൻ ലീഡായിട്ട് വരുന്നത്. അപ്പോൾ ആസിഫ് അലിയുടെ ഒരു റോൾ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, തുടക്കത്തിലെ ഒരു പെണ്ണൻ മൊണ്ണൻ എന്ന് വെച്ചാൽ ചുമ്മാ എല്ലാത്തിലും പോയിട്ട് ഒരു തക്കുടുവാവ ക്യാരക്ടറാണ്. അതായത് ആസിഫ് അലിയുടെ അശ്വിൻ എന്നാണ് പേര്. പുള്ളിക്കാരൻ സിനിമയിലൊരു ഓൺലൈൻ എന്താ പറയുക, ഒരു മീഡിയ ആണ്, ഓൺലൈൻ മീഡിയ, പ്യുവർ ഫാക്ട്സ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മീഡിയയിലെ ഒരു ഇൻവെസ്റ്റിഗേറ്ററാണ്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു പ്യുവർ ആയിട്ടുള്ള, അത് കെട്ടിച്ചമച്ചൊന്നും എഴുതാതെ പ്യുവറായിട്ട് ഓൺലൈനിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് വ്യൂവർഷിപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുള്ളിക്കാരൻ. പിന്നെ ഇതിൽ അഭിരാമി വരുന്നു. അഭിരാമിയായിട്ട് അതായത് അപർണ ബാലമുരളി, അപർണ ബാലമുരളിയുടെ ഫിയാൻസി അല്ലെങ്കിൽ ലവർ എന്ന പോലെ ഹക്കീം ഷാ വരുന്നു. ഹക്കീം ഷാ എന്ന് പറയുന്നതാണ് ഈ സിനിമയിൽ പുള്ളിക്കാരിയുടെ ലവറായിട്ട് വരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും സിനിമയിൽ വരുന്നു. ആൻഡ് ഹക്കീം ഷായൊക്കെ സത്യം പറഞ്ഞ കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കുറെ കിടില റോളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത്. ആൻഡ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ മാത്രമല്ല, തിയേറ്ററിലും ചിരിയാണ് പടർത്തിയത്. ആൻഡ് ഇതിലെ ഹന്ന ജെറി കോശി പുള്ളിക്കാരി അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപർണയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആസിഫ് അലി. ആൻഡ് ഇതിൽ കുറച്ച് ട്വിസ്റ്റുകൾ ഉണ്ട്, ഒരു 3-4 ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ട്വിസ്റ്റുകൾ തന്നെയായിരുന്നാലും എനിക്കൊരു എന്താ പറയുക, ഒരു പെട്ടെന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ നമുക്ക് സിനിമ കാണുമ്പം ചിലപ്പോൾ ഇവൻ ട്വിസ്റ്റ് ആയിരിക്കും, ചിലപ്പം ഇവനായിരിക്കും കള്ളൻ എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും തോന്നിയിരുന്നു. ആൻഡ് വൺ ട്വിസ്റ്റ് ഒന്നുമില്ല, നോർമലി നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇങ്ങനെയായിട്ട്. പക്ഷേ ആ ട്വിസ്റ്റൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ സിനിമയിൽ വരുമ്പം ഒരു എന്താ പറയുക, ഒരു മണി ലോണ്ടറിങ്, കള്ളപ്പണം വെളുപ്പിക്കുക എന്നൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ അവിടെ ഒരു വില്ലൻ ഉണ്ടാവും. ഇത് കോയമ്പത്തൂർ ബേസ്, കൂടുതലും തമിഴാണ് ഈ സിനിമയിൽ വരുന്നത്. പിന്നെ നമുക്ക് തമിഴ് അറിയാമല്ലോ, മലയാളം തമിഴൊക്കെ നമുക്ക് പച്ചവെള്ളമാണ്. അപ്പോൾ അങ്ങനെ ബേസ് ചെയ്ത് കൂടുതലും തമിഴ് സംസാരിക്കുന്നുണ്ട് സിനിമയിൽ. ആൻഡ് അവിടെ ഒരു വില്ലൻ ഉണ്ടാവും. തമിഴ് സിനിമയിലൊക്കെ ഉള്ള ആളാണ്. പുള്ളിക്കാരൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അപ്പോൾ പുള്ളി അവിടുത്തെ ഭയങ്കര ക്ലയൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. മണി ലോണ്ടറിങ്, പൊളിറ്റീഷ്യൻസ്, ബിസിനസ് മാൻ. എന്നിട്ട് ഇത്രയും ഉള്ള ഒരാൾ, ഒരു തുക്കട, അപർണ ബാലമുരളിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പാടുപെടുന്ന ഒരു തുക്കട, വലിയൊരു ഡോണ പോലത്തെ ഒരു മണി ലോണ്ടറിങ് ചെയ്യുന്ന ഒരു വലിയൊരു ക്ലയന്റിനെ പോലത്തെ ഒരു ആളാണ് ആ വില്ലൻ. പിന്നെ അതുമായിട്ട് ആ വില്ലന്റെ കൂടെ ഒരാളുണ്ട്. പുള്ളിക്കാരനും ഭയങ്കര ശോകമാണ്. പുള്ളിക്കാരൻ ഇടയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ ഭീമൻ രഘുവര് പോലെ ഇങ്ങനെയൊക്കെ വരും, സൗണ്ടൊക്കെ കേൾക്കുന്നില്ലേ, അങ്ങനെയൊക്കെ വരും. മൊത്തം കോമഡി ആയിരുന്നു ഗൈസ്. ആൻഡ് ഇതിലൊരു എന്താ പറയുക, ഒരു ചെറിയൊരു ട്വിസ്റ്റോ അല്ല, അല്ലെങ്കിൽ ഒരു നമുക്ക് പടം കണ്ടുവരുമ്പം എവിടെയോ എന്തൊക്കെയോ ഒരു തോന്നും, ഇത് പ്രഡിക്റ്റബിൾ ആണ്, അല്ലെങ്കിൽ ഈ സീൻ ഇങ്ങനെ വരുമോ എന്നൊക്കെ. പക്ഷെ ക്ലൈമാക്സിൽ വന്നപ്പം ജസ്റ്റ് ഒരു എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നാലേ പടം മുന്നോട്ട് പോകൂ. ഇവിടെ ഒരു ട്വിസ്റ്റ് വച്ചാലേ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ പോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് അങ്ങനെ ഒരു ട്വിസ്റ്റ് വച്ചില്ലെങ്കിൽ ബോറാവും എന്ന് ഫോഴ്സ്ഡ് ആയിട്ട് വേണം, അവിടെ ഒരു ട്വിസ്റ്റ് വേണം എന്നുള്ള പോലെ. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ആസിഫ് അലിയും കാര്യങ്ങളും എല്ലാവരുമായിട്ടുള്ള ഒരു സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞ അതൊരു ചുമ്മാ സ്പോയിലർ ആക്കുന്നില്ല. ആൻഡ് മ്യൂസിക് വൈസ് നോക്കുമ്പോൾ മ്യൂസിക് വൈസ് ഒന്നുമില്ല. പിന്നെ ഈ സിനിമയിൽ ഒരു സീനുണ്ട്, ഒരു ട്രെയിൻ മറിഞ്ഞ് പുഴയുമായിട്ടൊക്കെ കാണിക്കുന്ന ഒരു സീൻ. അത് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു കൊള്ളാം. അപ്പോൾ മ്യൂസിക്കുകളും കൊള്ളാം. പിന്നെ ഇതിൽ സ്റ്റെണ്ടൊക്കെ പറയുന്ന ഇപ്പോഴും റീൽസിലൊക്കെ പിള്ളേർ ചെയ്യും ഇതിനേക്കാട്ട് നല്ല സ്റ്റെണ്ട്. അമ്മാരി ഒരു സ്റ്റെണ്ടായിരുന്നു അതിൻ്റെ അകത്ത്, കോമഡി സാധനം. പിന്നെ അതിൻ്റെ അകത്ത് എല്ലാവരുടെയും തോക്കുണ്ട്, എല്ലാവരും തുക്കട ആൾക്കാരാണ്, പക്ഷെ എല്ലാവരുടെയും തോക്കുണ്ട്. ഭയങ്കര ബിൽഡപ്പാണ്. എന്ന് വെച്ചാൽ ഇത് അല്ല അണ്ടർവേൾഡ് സെറ്റപ്പാണ്. പക്ഷെ എന്തോ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. ഫോഴ്സ്ഡ് ആയിട്ടുള്ള ട്വിസ്റ്റുകളും അങ്ങനെ ഇങ്ങനെയൊക്കെ ചുമ്മാ ഇട്ടേക്കാണ്. ഫുൾ വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് ഒന്നും അല്ലെങ്കിലും ഒട്ടും ബോറായിട്ടുള്ള ഒരു സിനിമയും അല്ല. പക്ഷെ എന്നാലും ഒരു ബിലോ ആവറേജ് സിനിമയാണ് മിറാഷ്.